അതിനോട് ചേർന്ന് തന്നെ 100-400 വർഷത്തോളം പഴക്കമുള്ള ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന രേഖകളാണ് മതിലകം രേഖകൾ. ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത് വെച്ച് ഏറ്റവും കൂടുതൽ രേഖകളുള്ള രേഖാസമുച്ചയം മതിലകം രേഖകളാണ്. അജ്മാൻ മ്യൂസിയത്തിൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അവിടെയൊക്കെ നല്ല സയൻസ്, അതായത് ഈ ബിൽഡിങ്ങിന് തന്നെ ഒരു ചരിത്രമുള്ളതാണ്. അതായത് 380-400ഓളം വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. സ്ക്രിപ്റ്റ് ഉള്ളത് കേരളത്തിൽ മാത്രം സ്വന്തമായിട്ടുള്ളതാണ്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇതൊരു ബാമ്പൂല് എഴുതിയിട്ടുള്ളത്. അപ്പം അന്ന് വാല്യുബിൾ ആയിട്ടുള്ളതും ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രേഖകളൊക്കെ ഉണ്ട്. അതൊക്കെ സൂക്ഷിച്ചിരുന്നത് ഇതുപോലുള്ള മനോഹരമായ ബോക്സുകളിൽ. അപ്പോൾ ഇവിടെ ജയിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണിത്. ചെറിയ ചെറിയ യുദ്ധങ്ങളൊക്കെ നമ്മളും നടത്തിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള രേഖപ്പെടുത്തലാണ് ഈ ഗ്യാലറിയിൽ നമുക്ക് കാണാൻ കഴിയും. നമസ്കാരം ചങ്ങായിമാരെ, നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു യാത്രാ വീഡിയോയുമായിട്ടല്ല കേട്ടോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്രയിലേക്കാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള കോട്ടയ്ക്കകം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത്. പുരാരേഖ വകുപ്പിൻ്റെ കീഴിൽ ഇവിടെ ഒരു മ്യൂസിയം റെഡി ആയിട്ടുണ്ട്. വളരെ ഇൻഫോർമേറ്റീവായിട്ട് നമ്മളെ ചരിത്രത്തിലൂടെ ഒരു യാത്ര കൊണ്ടുപോകുന്ന ഒരു മ്യൂസിയമാണ്. ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ നേരത്തെ നമ്മുടെ ഗ്രാമവാസി എബിംബ്രോ വന്ന് കണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോയ്ക്കായിട്ട് ഇപ്പോൾ വന്നേക്കുന്നത്. ഏതായാലും വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു മ്യൂസിയമാണ്. നമ്മുടെ പഴമയിലെ പല കാര്യങ്ങളും പല വിശ്വാസ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അറിവുകളും നമുക്ക് കിട്ടിയത് പുരാരേഖകളായിട്ടാണ്, എഴുത്തോലകളായിട്ടാണ്. അങ്ങനെ എഴുത്തോലകൾ അടങ്ങിയിരിക്കുന്ന സൂക്ഷിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ താളിയോല ഗ്രന്ഥ മ്യൂസിയമാണ്. അപ്പോൾ ഏതായാലും ചരിത്രത്തിലൂടെയുള്ള ഈ ഒരു യാത്ര നിങ്ങളും കൂടെ കൂടുമല്ലേ. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചങ്ങായിമാരെ, ഈ കാണുന്ന ഒരു കെട്ടിടമുണ്ടല്ലോ, ഇത് തിരുവിതാംകൂർ രാജഭരണകാലത്തെ ഒരു ജയിലായിരുന്നു. പിന്നീട് ഇത് നമ്മുടെ പുരാരേഖ വകുപ്പ് ഏറ്റെടുക്കുകയും വളരെ മനോഹരമായിട്ടുള്ള ഒരു പുരാരേഖ മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുരാരേഖ മ്യൂസിയമാണ് കേട്ടോ. ഇതിൻ്റെ ഭിത്തികളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ചിത്രത്തിൻ്റെ രൂപത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ കാണുന്നത് ഒരു അന്നത്തെ കാലത്ത് ബാത്ത് ടബ് പോലെ ഒറ്റ കല്ലിൽ കൊത്തിയെടുത്ത് കുളിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വെള്ളം പിടിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ്. ഒറ്റക്കല്ലിലാണിത് പണിഞ്ഞേക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ 100-400 വർഷത്തോളം പഴക്കമുള്ള ഒരു കിണറുണ്ട്. ജയിലാവശ്യത്തിന് വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു കിണറുണ്ട്. അതൊക്കെ പോയി കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് സംരക്ഷിച്ചിട്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ ഏതായാലും മ്യൂസിയത്തിനകത്തേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പെതുക്കെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും മ്യൂസിയത്തിനകത്തിൻ്റെ എനിക്ക് ഒരുപാട് ചരിത്രത്തെക്കുറിച്ചൊന്നും വലിയ ജ്ഞാനമുള്ള ആളല്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഇവിടെ പ്രസൻറ്റ് ചെയ്തേക്കുന്ന രീതി നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അറിയാം. നമ്മൾ പണ്ട് അജ്മാൻ മ്യൂസിയത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അജ്മാനിലുള്ളപ്പോൾ. UAE ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിലാണ് ഇൻട്രാക്റ്റീവ് രീതിയിൽ കുറേ സ്ക്രീനുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്താണേലും ഇവിടെ നമുക്ക് വളരെ മനോഹരമായിട്ട് ആൾക്കാർക്ക് ഒരു ഗൈഡിൻ്റെ സഹായം ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തേക്കുന്നത്. കേരളത്തിലും ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ മ്യൂസിയങ്ങൾ വരണം. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്കും കൂടുതൽ കാണണം എന്ന ആഗ്രഹങ്ങളുണ്ട്. ഏതായാലും നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. നമുക്ക് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തരുന്നത് വിപിൻ ചേട്ടനും സുനിൽ സാറോടെ ചേർന്നാണ്. അപ്പോൾ സുനിൽ സാർ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് 2022 ഡിസംബർ 22-നാണ് ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതായത് ഈ ബിൽഡിങ്ങിന് തന്നെ ഒരു ചരിത്രമുള്ളതാണ്. അതായത് 380-400ഓളം വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. ഇത് ആദ്യം നായർ പടയാളികളുടെ ബാരക്കായിരുന്നു. പിന്നീട് തിരുവിതാംകൂറിൻ്റെ ജയിലായിട്ട് മാറുകയുണ്ടായി. 1887-ലാണ് ഈ ജയിൽ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് തിരുവിതാംകൂറിൻ്റെ രേഖാലയമായ സെൻട്രൽ വെർണാക്കുലർ റെക്കോർഡ്സ് എന്ന സ്ഥാപനം, അതായത് സെക്രട്ടേറിയറ്റ്, ഇന്നത്തെ സെക്രട്ടേറിയറ്റ്, പഴയ ഹജൂർ കച്ചേരി എന്ന് പറയും, അവിടെയായിരുന്നു രേഖകൾ സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അതായത് 1.5 നൂറ്റാണ്ട് മുമ്പ് പേപ്പർ ലഭ്യമല്ലാതിരുന്ന കാലഘട്ടത്തിൽ സംസ്കരിച്ച പനയോലയിലായിരുന്നു രേഖപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നത്. അതുകൊണ്ട് പ്രാചീന കേരള ചരിത്രം കൂടുതലും സ്റ്റോർ ചെയ്യപ്പെട്ടുള്ളത് പനയോലയിലാണ്. ഈ പനയോലയാണ് നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. കോടിക്കണക്കിന് പനയോലയാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. അതായത് തിരുവിതാംകൂർ രേഖകൾ ഇവിടെയും കൊച്ചി രാജ്യത്തിൻ്റെ രേഖകൾ എറണാകുളത്തും മലബാറിൻ്റെ രേഖകൾ കോഴിക്കോടുമാണ് സംരക്ഷിക്കുന്നത്. നമുക്ക് 3 മേഖലാ ഓഫീസുകളാണുള്ളത്, തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും.
അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾ, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, 3 രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 160ഓളം രേഖകളാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് 8 വിഷയങ്ങളിലായി 8 ഗ്യാലറികളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഗ്യാലറി ഹിസ്റ്ററി ഓഫ് റൈറ്റിംഗ്സ്, സെക്കൻഡ് ലാൻഡ് ആൻഡ് പീപ്പിൾ, തേർഡ് അഡ്മിനിസ്ട്രേഷൻ, ഫോർത്ത് വാർ ആൻഡ് പീസ്, ഫിഫ്ത്ത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, സിക്സ്ത് എക്കോണമി, സെവൻത് ആർട്ട് ആൻഡ് കൾച്ചർ, 8 ആൻഡ് ലാസ്റ്റ് മതിലകം. മതിലകം രേഖകളെന്ന് വെച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന രേഖകളാണ് മതിലകം രേഖകൾ. അതാണ് അവസാനത്തെ ഗ്യാലറിയിൽ നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഹിസ്റ്ററി ഓഫ് റൈറ്റിംഗ്സ് എന്നുള്ളതാണ്. അതായത് മലയാള ലിപി രൂപപ്പെട്ടു വന്നതും ആ കാലഘട്ടത്തിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലങ്ങളും അവ എഴുതുന്നതിന് ഉപയോഗിക്കുന്ന പ്രതലങ്ങളും വസ്തുക്കളും സംസ്കരിച്ചെടുത്ത രീതികളും അന്ന് ആ കാലഘട്ടത്തിൽ സംരക്ഷിച്ചിരുന്ന രീതികളും അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ബോക്സുകളും ഇപ്പോൾ ശാസ്ത്രീയമായി സംരക്ഷിക്കുന്ന രീതികളുമൊക്കെ ഈ ഗ്യാലറിയിൽ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 മിനിറ്റോളം നീളുന്ന ചെറിയ വീഡിയോകൾ, 2 വീഡിയോകളാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ ഗ്യാലറിയിലും ഓരോ ചെറിയ വീഡിയോകൾ നമ്മൾ 4 മിനിറ്റോളം നീളുന്ന വീഡിയോകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിൻ്റെ രേഖകളിൽ ഏറ്റവും പഴക്കം ചെന്ന മതിലകം രേഖകളാണ്. അപ്പോൾ നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നതിൽ 1249 വിവരം രേഖപ്പെടുത്തിയ രേഖയാണ് നമ്മളിവിടെ നമ്മുടെ ശേഖരത്തിലുള്ളതും ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന പഴക്കമുള്ള രേഖയെ കണക്കാക്കുന്നത്. ഇതാണ് ബ്രാഹ്മി സ്ക്രിപ്റ്റ്. ഓക്കെ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ റെപ്ലിക്ക ഒരു മോഡൽ ചെയ്തതാണ്. ശരി ശരി. സത്യമേവ ജയതേ എന്നുള്ള ഒരു പദമാണ്. ഓക്കെ ഓക്കെ. ഇത് നമ്മളിങ്ങനെ കുട്ടികളൊക്കെ വരുമ്പോൾ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെയ്തു. വ്യാപകമായി ആ പ്രദേശത്തിൻ്റെ വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് വന്നത്. അപ്പം നമ്മളിവിടെ തെക്കേ ഇന്ത്യയിലൊക്കെ വട്ടെഴുത്താണ് എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ. പിന്നീട് അതിൽ നിന്ന് തന്നെ കോലെടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഫോം ചെയ്ത് പല ചരിത്രകാരന്മാരുടെ അഭിപ്രായങ്ങൾ സമന്വയിച്ച് ഞാൻ പറയുകയാണ്. ഓക്കെ. പിന്നീട് ഈ വട്ടെഴുത്തും കോലെഴുത്തും മലയാളം എന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. തമിഴ് നമ്മൾ എഴുതിയിരുന്നു. പിന്നീട് സംസ്കൃത പദങ്ങളൊക്കെ എഴുതാൻ സംസ്കൃത പദങ്ങൾ ഒരുപാട് കടന്നുകൂടിയപ്പോൾ അത് എഴുതാൻ ഈ വട്ടെഴുത്തിനോ കോലെഴുത്തിനോ മലയാളമോ പര്യാപ്തമല്ലാതെ വന്നപ്പോൾ ഗ്രന്ഥാക്ഷ ആര്യ എഴുതുന്ന സ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ആ സംസ്കൃത പദങ്ങൾ എഴുതിയിരുന്നത്. പിന്നെ അതിൽ നിന്നാണ് നമ്മുടെ മലയാള സ്ക്രിപ്റ്റ് എന്ന നിലയിലേക്ക് ഫോം ചെയ്ത് വരുന്നത്. അത് നൂറ്റാണ്ടുകളായുള്ള ഒരു മാറ്റം ഇത് നമ്മുടെ ഈ ചാർട്ട് രീതിയിൽ തന്നെ. വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് കോപ്പർ പ്ലേറ്റിലായിരുന്നു എഴുതി സൂക്ഷിച്ചിരുന്നത്. അപ്പം ഇതിനകത്ത് ലിപി വട്ടെഴുത്താണ്, ഭാഷ മലയാളമാണ്. ഇപ്പം ഇതെന്ന് വെച്ചാൽ ഈ ഭാഷയും ലിപിയൊന്നും നമുക്ക് ഉപയോഗമുള്ളല്ലോ, ഇപ്പോൾ ഉപയോഗമുള്ള ലൈവല്ല. അപ്പം അതുകൊണ്ട് നമുക്കിത് മനസ്സിലാവണമെങ്കിൽ അത് എത്ര വ്യക്തത ഉണ്ടായാൽ മാത്രമേ മനസ്സിലാവൂ. വായിച്ചെടുക്കാൻ പാടാണ്, ഉപയോഗമില്ലല്ലോ, നിത്യ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മളതിനെ ഇപ്പോൾ എഴുതാതിരിക്കുകയും വായിച്ചാൽ ചിലപ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകുമല്ലോ. ഇത് ബാംബൂല്, അതായത് ഈ ബാംബൂല് സ്ക്രിപ്റ്റ് ഉള്ളത് കേരളത്തിൽ മാത്രം സ്വന്തമായിട്ടുള്ളതാണ്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇതൊരു ബാംബൂല് എഴുതിയിട്ടുള്ളത്. ബാക്കി കളറും പെയിന്റിങ്സും ഒക്കെ ഉണ്ട്, പക്ഷെ ബാംബൂല് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിൽ മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. ഇത് എഴുതാൻ ഉപയോഗിച്ച നാരായ പനയോലയിൽ നമ്മൾ എഴുതാൻ ഉപയോഗിച്ചത് സ്റ്റൈലസസ് എന്ന് പറയും. എന്നാണ് ഇത് പറയപ്പെടുന്നത്. അതായത് ഏകദേശം 500 മുതൽ 1500 വരെ എഴുതപ്പെട്ട പാം ലീഫ് ഒരു നിശ്ചിത ഹോൾ കൊടുത്ത് അതിൽ ടോയിലിൽ ബന്ധിപ്പിച്ച് മാല പോലെയാക്കി അതിനെ സ്ക്രോളുകൾ ചുരുളുകളാക്കി വെക്കുന്നതാണ് ചുരുണകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് ഏകദേശം 500 മുതൽ 1500 വരെ എഴുതപ്പെട്ട പാം ലീഫ് ഇതിലുണ്ടാവും. ഇതുപോലെ 10,000-ഓളം ചുരുണകളാണ് ഈ ബിൽഡിങ്ങിൽ തന്നെ നമ്മൾ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് 1.5 കോടിയോളം എഴുതപ്പെട്ട പാം ലീഫ് അതിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉപയോഗമുള്ള നമ്മളിപ്പോഴും ലൈവ് രേഖകളാണ്. കാരണം ഈ രേഖകൾക്ക് പലപ്പോഴും ആവശ്യക്കാരെ അപേക്ഷ നൽകി എടുക്കാറുണ്ട്. നമ്മളത് പകർത്തി എഴുതി സാക്ഷ്യപ്പെടുത്തി നൽകാറുമുണ്ട്. പഠന ആവശ്യങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് അങ്ങനെ ഉള്ള രേഖപ്പെടുത്തലുകൾ ആവശ്യമായി വരുന്ന സമയത്ത് അവർ ഈ രേഖകളിലാണ് എടുക്കാറുണ്ട്. ഇത് ചുരുണ ബോക്സ് എന്ന് പറയും. അതായത് ആയിരിക്കുന്ന ചുരുണ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ബോക്സാണിത്. ഇതെന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതും ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതുമായ രേഖകൾ സൂക്ഷിച്ചിരുന്ന ബോക്സുകളാണ്. നമുക്കും ഇതുപോലെ മനോഹരമായ ബോക്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അന്ന് വാല്യബിൾ ആയിട്ടുള്ളതും ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രേഖകളൊക്കെ അതൊക്കെ സൂക്ഷിച്ചിരുന്നത് ഇതുപോലുള്ള മനോഹരമായ ബോക്സുകളായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അടിപൊളി ഒരു ലുക്കാണ്, പഴമ നിറഞ്ഞ ഒരു ബിൽഡിംഗ് ആണ്. അതിനെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഈ കെട്ടിടങ്ങൾക്ക് ഒരുപാട് പഴക്കം ഉണ്ടായിരിക്കില്ലേ സാർ? ഇത് 380-400 വർഷത്തോളം പഴക്കമുള്ള ബിൽഡിംഗാണ്. രണ്ടാമത്തെ ഗ്യാലറിയാണ് ലാൻഡ് ആൻഡ് പീപ്പിൾ എന്നത്, മണ്ണും മനുഷ്യനും എന്നുള്ളതാണ് ഈ ഗ്യാലറിക്ക് കൊടുത്തിരിക്കുന്ന പേര്. അതായത്
പണ്ട് കാലഘട്ടത്തിൽ മനുഷ്യൻ ഭൂമി കൃഷി ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അവൻ്റെ ആവശ്യകത വർദ്ധിച്ചോ ഭൂമി പേരിൽ കൂട്ടാനും മറിച്ച് വിൽക്കാനും മറുപാട്ടം നൽകാനും അവൻ്റെ പേരിലേക്ക് മാറ്റപ്പെടാനും അപ്പോൾ ഒറ്റി കൊടുക്കാനും അങ്ങനെ ഭൂമിയെ പലതരത്തിൽ ഉപയോഗിച്ച് സംബന്ധിച്ച് രേഖപ്പെടുത്തൽ, ഒറ്റി വെച്ചത്, കടം വായ്പ ഓലക്കരണം, കടം വായ്പ കുഴിക്കാണ ഓല ആധാരം, അങ്ങനെ നിരവധി രേഖപ്പെടുത്തലുകളും ഭൂമി സംബന്ധമായ രേഖപ്പെടുത്തലുകളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികളും ചില നികുതികൾ ഒഴിവാക്കിയത്, ചില നികുതികൾ ചുമത്തിയത്, അതുപോലെ അറയ്ക്കൽ ബീവിയുമായി ബന്ധപ്പെട്ട കുറച്ച് രേഖകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ഭൂമിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന രേഖപ്പെടുത്തലുകളാണ് ഈ ഗ്യാലറിയിൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാലഹരണപ്പെട്ടോ ഇന്ന് പ്രചാരത്തിലിരിക്കുകയും ഇപ്പോൾ ഉപയോഗമില്ലാതായി തീരുകയും ചെയ്ത കുറേ പദങ്ങൾ ആ രേഖകളിൽ നിന്ന് ലഭ്യമായത് നമ്മൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണവും രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആ കിയോസ്കിൽ കുറച്ച് ഇത് സംബന്ധിച്ചുള്ള ഈ രേഖകളിൽ നിന്നുള്ള കുറേ പദങ്ങൾ ചേർത്ത് നമുക്ക് സ്വയം പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു കിയോസ്കും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ താളിയോലയിൽ അക്ഷരങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണം ഏതാണെന്നുള്ളൊരു ചോദ്യമാണ്. അതിൽ നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എഴുത്താണി അഥവാ നാരായണ, ഇത് വാട്ട് ഈസ് ആയക്കട്ട്, land records kept by taxpayers. അതുപോലെ തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച ഭരണാധികാരി ആരാണ്, എപ്പോഴാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നൊരു ചോദ്യമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മഹാറാണി ആയിരം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി 1812. നിങ്ങൾ വിദ്യാർത്ഥികളോ വല്ലതും ആണെങ്കിൽ ഇവിടെ ലെൻസ് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ അടുത്തറിയാനായിട്ട് നമുക്കിതൊക്കെ ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിയം എന്തായിരിക്കണം എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തമ ഉദാഹരണം എന്ന് വേണേൽ പറയാം. നമ്മുടെ പുരാരേഖാ വകുപ്പിൻ്റെ ഈ ഒരു മ്യൂസിയം തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയം തന്നെയാണ് കേട്ടോ. ഇത് വളരെ സാംസ്കാരികപരമായ അന്ന് തിരുവിതാംകൂറിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് ഈ രേഖകൾ കാണുന്നത്. അതായത് തിരുവിതാംകൂറിൽ സൈന്യം തമ്പടിച്ചിരുന്നു. ആ സൈന്യത്തിലെ ഉദ്യോഗസ്ഥൻ സീതാരാമൻ എന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഭാര്യാസമേതനായിട്ടാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തീയിൽ പാഞ്ഞ് മരിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവുകയും തീയിൽ പാഞ്ഞ് മരിക്കുന്നതിനായി ഭരണാധികാരികളെ കാണുകയും അപേക്ഷ നൽകുകയും ചെയ്തു. പക്ഷേ തിരുവിതാംകൂറിൽ അതുപോലുള്ള ദുരാചാരങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അതിനെ നിരുത്സാഹപ്പെടുത്തിയവരെ സതി എന്ന് പറഞ്ഞ സതി പോലുള്ള ആചാരം, അത് ഭർത്താവിനോടൊപ്പം മരിക്കുന്നതാണുള്ളത്. അതിനുശേഷമാണ് അവർ തീയിൽ പാഞ്ഞ് മരിക്കുക സമീപിച്ചത്. അപ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തി വിട്ടതിന് ശേഷവും അവർ കച്ചേരിയിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണുണ്ടായത്. അതിനുശേഷം നാട്ടിൽ നിന്നും അവരുടെ ബന്ധുക്കളെ വിളിച്ച് തിരികെ പറഞ്ഞ് വിട്ടുകൊണ്ട് അതിനുള്ള തുക അനുവദിച്ചുകൊണ്ടുള്ള ഒരു നീട്ടുത്തരവാണ്. അതായത് തിരുവിതാംകൂർ രാജാക്കന്മാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ നീട്ടുകളെന്നും കൊച്ചി രാജാക്കന്മാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ തിട്ടൂരങ്ങളെന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ജയിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണിത്. ഇതിനകത്ത് വിഗ്രഹമുണ്ട്. വിഗ്രഹത്തിൻ്റെ സൈഡിൽ കൂടെ വളർന്നു പോയേക്കുന്നൊരു പനയാണിത് ആ കാണുന്നത്. അകത്തൂടെ തന്നെ വളർന്നു പോയേക്കുന്നൊരു പനയാണ് ആ കാണുന്നത് കേട്ടോ. ഇത് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ഗ്യാലറിയാണ്. അതായത് ഓരോ കാലഘട്ടത്തിലെയും ഭരണാധികാരികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ പിൽക്കാല ചരിത്രമാകുമെന്നതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് ഈ ഗ്യാലറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ടൗൺ പോലീസിൻ്റെ നിയമനങ്ങൾ, ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്നവരുടെ നിയമന ഉത്തരവുകൾ, തൂക്കിലേറ്റപ്പെട്ട പ്രതിയുടെ അന്ത്യാഭിലാഷം സബലീകരിച്ചത്, അഴിമതിക്കാര ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്, സ്ഥിരമായി താമസിച്ചു വരുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു പെനാൽറ്റി ഏർപ്പാട് ചെയ്തത്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷൻ പ്രവർത്തനത്തിനായി വന്ന അപ്പോസ്തലി മരണപ്പെട്ടപ്പോൾ റോമിൽ നിന്ന് പുതിയ ആളിനെ നിയമിക്കുകയും തുടർന്ന് തിരുവിതാംകൂറിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഈ കാലഘട്ടം പേപ്പർലെസ് കാലഘട്ടമാണ്. അതായത് ഈ ഫയലിങ്ങിൻ്റെ കാലമാണ്. അന്ന് പേപ്പറില്ലാതിരുന്ന കാലഘട്ടത്തിൽ 2 ലക്ഷം പനയോലകൾ എഴുത്താവശ്യത്തിനായി വാങ്ങിയത് സംബന്ധിച്ചുള്ള രേഖ,
അതുപോലെ തന്നെ സർവീസിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ എന്താണ് യുവജനങ്ങളെ ട്രെയിൻ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജയിലിൽ പുള്ളികുത്തുക എന്നാണ് പറയുന്നത്. ജയിലിൽ റിമാൻഡ് പ്രതികളും ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ എണ്ണം കൂടിയപ്പോൾ അവരുടെ എണ്ണം എടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പുള്ളി കുത്തുവാൻ കഴിയാതെ വന്നപ്പോൾ ജാതി എന്നൊരു ഘടകമായിരുന്നല്ലോ. അപ്പോൾ ജാതി അടിസ്ഥാനത്തിൽ ആൾക്കാരെ തിരിഞ്ഞിട്ടതിന് ശേഷം എണ്ണം എടുക്കാൻ എളുപ്പമാക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഉത്തരവ്. അങ്ങനെ നിരവധി രേഖപ്പെടുത്തലുകൾ ഈ ഗ്യാലറിയിൽ നമുക്ക് കാണാൻ കഴിയും. പ്രധാനം എന്നുള്ള ഗ്യാലറിയാണ്. അതായത് പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം കേരളം, പ്രാചീന കേരളം വലിയ യുദ്ധങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ടോ എങ്ങനെയാണെങ്കിൽ പോലും വലിയ യുദ്ധങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എങ്കിൽ പോലും ചെറിയ ചെറുത്തുനിൽപ്പുകളും ചെറിയ പ്രതിരോധങ്ങളും ചെറിയ യുദ്ധങ്ങളും ഒക്കെ നമ്മളും നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള രേഖപ്പെടുത്തലാണ് ഈ ഗ്യാലറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കുളച്ചൽ യുദ്ധം സംബന്ധിച്ച ഒരു രേഖയാണ് നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കിളിക്കൊല്ലൂർ യുദ്ധം സംബന്ധിച്ച ഒരു രേഖ ഇതിൽ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള 1805 ഉടമ്പടി, ആ ഉടമ്പടിയുടെ പകർപ്പാണ് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ്. ഇതിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുകയും തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെടുത്താൻ കാരണമായ ഒരു ഉടമ്പടിയാണിത്. അതുപോലെ തന്നെ വേലുത്തമ്പിയെ ജീവനോടെ അല്ലാതെയെങ്കിലും പിടിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവാണ്. അപ്പം അങ്ങനെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ചും തിരുവിതാംകൂറിനെ മാത്രമല്ല തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രാചീന കേരളത്തിൻ്റെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഗ്യാലറിയാണ്. യുദ്ധവും സമാധാനം എന്നുള്ളതാണ് ഈ ഗ്യാലറിയുടെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ 5ാമത്തെ ഗ്യാലറിയാണ്. വിദ്യാഭ്യാസവും ആരോഗ്യവും എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ കേരളം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പ്രാചീന കേരളത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖല എങ്ങനെയായിരുന്നുവെന്നും അതിൻ്റെ ഉന്നതിക്കായും പ്രാചീന കേരളത്തിലെ ഭരണാധികാരികൾ എടുത്തിട്ടുള്ള നടപടിക്രമങ്ങളും ഒക്കെ ഈ ഗ്യാലറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രേഖകൾ നോക്കുമ്പോൾ പണ്ട് കാലഘട്ടത്തും ഇതുപോലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്ന സമയത്ത് അതിർത്തികൾ അടച്ചിരുന്നു എന്നതിൻ്റെ രേഖപ്പെടുത്തലും, അതോ അതിർത്തികൾ അടച്ചതിനെ തുടർന്ന് കച്ചവടവും വ്യാപാരവും ഒക്കെ നടക്കുന്നതിന് തടസ്സം നേരിട്ടാൽ പിന്നീട് തുറന്നു കൊടുക്കാൻ പറഞ്ഞുകൊണ്ടുള്ളൊരു ഉത്തരവാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ സമീപഭാവിയിൽ നമ്മളതെല്ലാം അനുഭവിച്ചതും കണ്ടതും കേട്ടതും ഒക്കെയാണ്. നമ്മുടെ 6ാമത്തെ ഗ്യാലറിയാണ്. സമ്പദ് വ്യവസ്ഥ എന്നാണ് ഈ ഗ്യാലറിക്ക് കൊടുത്തിരിക്കുന്ന പേര്. അതായത് ആ കാലഘട്ടത്തിലെ പ്രാചീന കേരളത്തിൽ സമ്പദ് വ്യവസ്ഥ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നുവെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇത് തന്നെ നമുക്ക് ഒഴുകി രേഖകളാണ്. അന്ന് ഭൂമി സംബന്ധമായ രേഖപ്പെടുത്തലുകൾ, ആദ്യ രേഖപ്പെടുത്തലുകൾ ഉണ്ടായത് ഒഴുകി രേഖകളാണ്. നമ്മുടെ ശേഖരത്തിൽ ഏറ്റവും കൂടുതലുള്ള രേഖകൾ ഒഴുകു രേഖകളാണ്. ഒഴുകിനെ തന്നെ പലതായി വെച്ചിട്ടുണ്ട്. താലൂക്ക് ഒഴുകുണ്ട്, പുതുവൽ ഒഴുകുണ്ട്, ഹജൂർ ഒഴുകുണ്ട്, അതുപോലെ തന്നെ നിലമൊഴുകുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രേഖകളാണ് ഈ ഒഴുകു രേഖകൾ. അപ്പോൾ ഭൂമി സംബന്ധമായ രേഖപ്പെടുത്തലുകൾ ഈ രേഖകളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒഴുകു രേഖകളിൽ ഇന്നത്തെ സർവേ നമ്പറിന് പകരം ലെക്കൻ നമ്പറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തറ, ദേശമൊക്കെയാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ സാമ്പത്തികം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതൊക്കെ ഈ രേഖകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് കാലഘട്ടങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ കൂലിയായി നൽകിയിരുന്ന നെല്ലാണ് നൽകിയിരുന്നത്. അതിനുശേഷം പണം നൽകി തുടങ്ങിയത് സംബന്ധിച്ചുള്ള രേഖപ്പെടുത്തലുകളൊക്കെ ഈ രേഖകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് 7ാമത്തെ ഗ്യാലറിയാണ്. കലയും സംസ്കാരവും എന്നുള്ളതാണ് ഈ ഗ്യാലറിയുടെ പേര്. അതായത് ഈ ഗ്യാലറിയിലാണ് നമ്മൾ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നതിൽ നമ്മുടെ ശേഖരത്തിലുള്ളതുമായ ഏറ്റവും പഴക്കമുള്ള വിവരം രേഖപ്പെടുത്തിയത്. 1249 വിവരം രേഖപ്പെടുത്തിയ രേഖ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗ്യാലറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രാചീന കേരള രാജാക്കന്മാർ കലയെ പ്രോത്സാഹിപ്പിച്ചത് മാത്രമല്ല, കലാകാരന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നു എന്ന് ഈ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് കലാകാരന്മാർക്ക് അർഹമായ പണം നൽകുന്നതിനും അവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഈ രേഖകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ആഭരണങ്ങൾ ധരിക്കുന്നതിന് വേണ്ടിയുള്ള
ഒരു ഉത്തരവ് അതും ഈ ഗ്യാലറിയിൽ നമുക്ക് എക്സിബിറ്റ് ചെയ്തു. ഇത് നമ്മുടെ അവസാനത്തെ ഗ്യാലറിയാണ്, മതിലകം രേഖകൾ എന്ന് പറയും. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന രേഖകളാണ് മതിലകം രേഖകൾ. ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ രേഖകളുള്ള രേഖാസമുച്ചയം മതിലകം രേഖകളാണ്. ഈ രേഖകൾ സംസ്ഥാന ആർക്കൈവ്സ് വകുപ്പിന് ലഭിക്കുന്നത് 1965-ലാണ്. ഏകദേശം 3500ഓളം സ്ക്രോൾ, അതായത് 3500ഓളം ചുരുണകളാണ് ഈ ശേഖരത്തിലുള്ളത്. ഇതിൽ 3000 സ്ക്രോളുകളാണ് നമുക്ക് ആർക്കൈവ്സിൽ ലഭ്യമായത്. 500 ഇപ്പോഴും ക്ഷേത്രത്തിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അതായത് ഒരു സ്ക്രോളിൽ ശരാശരി 500-1000 ഫാമിലീസ്, 1000ഓളം ഫാമിലീസ് എഴുതപ്പെട്ട ഫാമിലീസ് ഉണ്ടാകും. അപ്പോൾ ഈ രേഖകൾ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തികമായ വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിക്കാൻ ലഭ്യമായിട്ടുള്ള പ്രാചീന രേഖകൾ ഇത് തന്നെയാണ്. അപ്പം ഈ രേഖകളെക്കുറിച്ച് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കാലഘട്ടം വളരെ നീണ്ടതാണെന്നും അതുപോലെ തന്നെ ഒരു ഭാഷാപരമായ ശാസ്ത്രം വളരെ വലുതാണെന്നും ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കൈവ്സ് വകുപ്പ് വളരെ പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന രേഖകളാണ് ഈ മതിലകം രേഖകൾ. അപ്പോൾ ഈ രേഖകൾ പരിശോധിച്ചാൽ ഈ രേഖയിൽ ഒരു രേഖയിൽ തന്നെ, ഒരു പാംലീഫിൽ തന്നെ വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാണ്മ എന്നീ പലതരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം ഭാഷാപരമായ ഭാഷയുടെ വളർച്ച, അതുപോലെ ലിപി പരിണാമം, ഇതൊക്കെ ഈ രേഖകളിൽ നമുക്ക് നല്ല നിലയിൽ പഠിക്കാൻ കഴിയും. അതായത് ഈ രേഖകളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് കൺസർവേഷൻ, രേഖകളുടെ കൺസർവേഷൻ. അതായത് നൂറ്റാണ്ടുകളായി മുമ്പ് എഴുതപ്പെട്ട ഈ രേഖകൾ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ കൺസർവേഷൻ ഒരു പഠന വിധേയമാണ്. അതുപോലെ തന്നെ ഈ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രം, അതും ഒരു പഠനത്തിലുള്ള ഒരു കണ്ടന്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഭാഷ രൂപപ്പെട്ട് ഇന്ന് വികാസം പ്രാപിച്ച് ഈ നിലയിൽ എത്തപ്പെട്ടത് സംബന്ധിച്ചുള്ള ഈ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ലിപി, അന്ന് കാലഘട്ടത്തിൽ ഇന്നത്തെ മലയാള ലിപി എഴുതുന്നതിന് മുൻപ് തന്നെ പല തരത്തിലുള്ള ലിപികൾ എഴുതിയിരുന്നു. അപ്പോൾ ഇന്നത്തെ മലയാള ലിപി രൂപപ്പെട്ട് വന്നത് സംബന്ധിച്ചുള്ള രേഖപ്പെടുത്തലുകളും ചരിത്രവും ഒക്കെ നമുക്ക് ഈ രേഖകളിൽ നിന്ന് പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ ചരിത്രത്തെ വളച്ചൊടിക്കുകയും കെട്ടുകഥകളിലും ഐതിഹ്യങ്ങളിലും ഒക്കെ ചരിത്രത്തെ മാറ്റി എഴുതാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ആധികാരിക രേഖകളുടെ പിൻബലത്തിൽ ഓരോ ചരിത്ര വിദ്യാർത്ഥികൾക്കും ഓരോരുത്തർക്കും ആധികാരികമായി ചരിത്രം പഠിക്കാൻ ഈ മ്യൂസിയം ഉപകാരപ്പെടും എന്നുള്ളത് വലിയൊരു സത്യം തന്നെയാണ്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ വന്ന് കേരള പുരാരേഖാ വകുപ്പിൻ്റെ കീഴിലുള്ള മ്യൂസിയം കണ്ടു. വളരെ മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അത് വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. നമുക്ക് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നു. ഒരു കാലത്ത് വലിയൊരു ജയിലായിരുന്നു ഇവിടം എങ്കിൽ ഇന്ന് ഒരു നോളജിൻ്റെ ഒരു കേന്ദ്രമാണ്. നമുക്ക് ഒരുപാട് പഴയ കാര്യങ്ങൾ അറിയാനും ഒക്കെ സാധിക്കും. പ്രത്യേകിച്ച് ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സാൾട്ട് ആൻഡ് പെപ്പർ സിനിമയ്ക്കകത്ത് ആ ഓഫീസായിട്ട് വന്ന സ്ഥലം കൂടാണ്. ഏതായാലും ഞങ്ങൾക്ക് വളരെ നോളജ് നേടാൻ കഴിഞ്ഞു ഇവിടുത്തെ ഒരു വിസിറ്റ് കൊണ്ട്. നിങ്ങളെല്ലാവരും വന്ന് കാണുക. ഇവിടെ നമുക്ക് പറഞ്ഞു തരാനും എല്ലാം ഇവിടുത്തെ ആൾക്കാർ വളരെ നന്നായിട്ട് നമ്മുടെ കൂടെ നിന്നു. വളരെ ഇൻഫോർമേറ്റീവായിട്ട് തന്നെ ഹിസ്റ്ററി നമുക്ക് പറഞ്ഞു തന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചരിത്രത്തിലൂടെയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി കാണും വരെ ഇറ്റ്സ് മീ ശോഭനസ് മാത്യു സൈനിങ് ഓഫ്.